ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതി വോവൽസ് എഴുതി പിന്നെ എ സൗണ്ട് വേർഡ്സ് എഴുതി നമ്മുടെ പോർഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷൻ ചെയ്യണം അല്ലേ എ സൗണ്ട് വേർഡ്സ് എഴുതി ഇനി നമുക്ക് ഇന്ന് ഈ സൗണ്ടും ഐ സൗണ്ട് വേർഡ്സിന്റെ നോട്ട്സിൽ തന്ന നോട്ട് എഴുതിയിട്ടുണ്ട് നമുക്കൊന്ന് വായിക്കാം അതില് ഈ സൗണ്ട് വേർഡ്സ് ഇത്രയും നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് ടീച്ചർ വായിക്കുമ്പോൾ കൂടെ വായിച്ചേ PEN pen HEN hen RED red NET net PET pet next BED bed JET jet BEG bed ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്പീഡിൽ വായിക്കണം ഓരോ ലെറ്റർ ഇങ്ങനെ നിർത്തി കുറേ സമയം എടുക്കാതെ പെട്ടെന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് ഇനി അടുത്ത് നമുക്ക് ഐ സൗണ്ട് വേർഡ്സിന്റെ ഒന്ന് വായിക്കാം അടുത്ത് നോക്കൂ TIN tin BIN bin LIP lip TIP tip KIT kit PIG pick PIT pit DIG dip ഇനി നമുക്ക് ഹോംവർക്ക് ഒന്ന് നോക്കി എന്തൊക്കെയാണ് ഇന്നത്തെ ഹോംവർക്ക് നോക്കിയിട്ട് ടീച്ചർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ ഇന്ന് തരും ടേക്ക് ഇംഗ്ലീഷ് നോട്ട് എടുത്തിട്ട് ഇതാ നോക്കൂ നമ്മൾ എഴുതി പഠിച്ച ഈ സൗണ്ട് വേർഡ്സ് PEN pen HEN hen RED red BED bed NET net PET pet JET jet BEG bag. All of you take your English note and write these words. Next I sounds words നമ്മൾ എഴുതിയതൊക്കെയാണ് TIN tin BIN bin LIP lip TIP tip KIT kit PIG pick PIT pit DIG dig എല്ലാവരും ഇത്രയും വേർഡ്സ് ഒരു തവണ നോട്ടിൽ എഴുതുക ഇനി അടുത്തത് റീഡിംഗ് ആണ് നോക്കൂ ഈ സൗണ്ട് വേർഡ്സിൽ കുറച്ച് നമ്മൾ എ സൗണ്ടിൽ പഠിച്ചതുപോലെ കണ്ട 56 പേജ് നമ്പർ 56 ഈ സൗണ്ട് വേർഡ്സ് നോക്കൂ ED യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ് BED ബെഡ് RED red EN യൂസ് ചെയ്തിട്ടുള്ളത് PEN pen HEN hen ET JET jet NET net അടുത്ത EG യൂസ് ചെയ്തിട്ടുള്ളത് LEG leg PEG pen ഇതാ നോക്കി ഇതിലെ വേർഡ്സ് വായിക്കൂ ഉണ്ടോ എല്ലാവരും വായിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്ന് എല്ലാവരും നോട്ട് എടുത്ത് വായിക്കണം കേട്ടോ നോട്ടല്ല ടെക്സ്റ്റ് നോട്ടിൽ തന്ന വേർഡ്സ് വായിക്കുക BED bed RED red LED led FED fed EGG egg LEG leg BEG beg PEG peg BELL bell WELL well TELL tell FELL fell NET net GET get WET wet LET let next HEN hen PEN pen DEN den TEN ten ഇത്രയും വേർഡ്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ വായിച്ച് പഠിക്കുക നെക്സ്റ്റ് നോക്കൂ നമ്മൾ എ സൗണ്ടിൽ പഠിച്ചതുപോലെ തന്നെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് സെൻറ്റൻസ് ഉണ്ട് അപ്പം നമ്മളത് വായിച്ചിട്ട് മാച്ച് ചെയ്യാനാണ് കണ്ടോ ദി പെൻ ഈസ് ഓൺ ദി ബെഡ് അത് മാച്ച് ചെയ്യുക ദി ഹെൻ ഈസ് വെറ്റ് കണ്ടോ ദി പെഗ് ഫെൽ ഇൻ ദി വെൽ ദി നെറ്റ് ഈസ് വെറ്റ് ദി ബെൽ ഈസ് റെഡ് ദി ഹെൻ ഈസ് ഇൻ എ പെൻ ഇവിടെ പെൻ എന്ന് പറഞ്ഞാൽ ഈ കോഴികളെയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തിനാണ് പെൻ എന്ന് പറയുന്നത് അതുപോലെ കണ്ടോ പെഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ കുറ്റി ഇങ്ങനെ കയറുകൊണ്ട് കെട്ടുന്നതാണ് പെഗ് എന്ന് പറയുന്നത് കണ്ടോ അപ്പോൾ ഇത് ഇത്രയും വായിച്ചിട്ട് എല്ലാവരും അത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് 62 പേജ് നമ്പർ 62 നോക്കൂ നമ്മൾ എ സൗണ്ട് ഈ സൗണ്ടൊക്കെ വായിച്ചല്ല പേജിൽ കണ്ടോ ഐ സൗണ്ട് വേർഡ്സ് ഇതാ നോക്കൂ BIN bin PIN pin IN യൂസ് ചെയ്തിട്ട് അത് നോക്കൂ PIP pip IP യൂസ് ചെയ്തിട്ടുള്ളത് നോക്കൂ SIT sit PIT pit FIG fig DIG dig ഇതിലെ പിപ്പ് എന്ന് പറഞ്ഞാൽ വിത്തിനെയാണ് പിപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഫിഗ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം ഡിഗ് എന്ന് പറഞ്ഞാൽ എന്താ കുഴിക്കുക കണ്ടോ കുഴിക്കുന്നതാണ് അതൊരു ആക്ഷൻ വേർഡാണ് അല്ലേ അടുത്ത് നോക്കൂ IT യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ് LIT lit PIT pit SIT sit
BIT bit. നെക്സ്റ്റ് IB യൂസ് ചെയ്തിട്ടുള്ളത് BIB bib, NIB nip, FIB fib, BIG big, FIG fig, WIG wig, JIG jig. നെക്സ്റ്റ് TIN tin, BIN bin, WIN win, FIN fin. നെക്സ്റ്റ് SIP sip, LIP lip, TIP tip, HIP hip. നെക്സ്റ്റ് വീണ്ടും ഈ സെൻറ്റൻസ് വായിച്ചിട്ട് മാച്ച് ചെയ്യാനാണ് കേട്ടോ. സിറ്റ് ഓൺ ദി ബിൻ കണ്ടോ, സിറ്റ് ഓൺ ദി ബിൻ നമ്മൾ ഐ സൗണ്ടിൽ പഠിച്ച വേർഡ്സ്. അടുത്ത ദി ബിബ് ഈസ് ബിഗ്. ബിബ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴുത്തിൽ കെട്ടുന്നതാണ് ബിബ് എന്ന് പറഞ്ഞാൽ. അടുത്ത് നോക്കൂ, പുട്ട് ദി ബിഗ് ഫിഗ് ഇൻ ദി ടിൻ. കണ്ടോ, അതൊരു ഫ്രൂട്ടാണ് ഫിഗ് എന്ന് പറയുന്നത്. പുട്ട് ദി ബിഗ് ഫിഗ് ഇൻ ദി ടിൻ. അടുത്ത് നോക്കൂ, ഹി ബിറ്റ് ദി ഫിഗ്. ദി ഡോഗ് ഡിഡ് എ ജിഗ്. പുട്ട് ദി ബിഗ് പിൻ ഇൻ എ ബിൻ. പുട്ട് ദി ബിഗ് പിൻ, ഇല്ല കയ്യിൽ കണ്ടൊരു ബിഗ് പിന്ന് കണ്ടോ, അത് ബിന്നിലേക്ക് ഇടാൻ പറയണം. അപ്പോൾ ഇതെല്ലാം എന്താണ് ചെയ്യണം, ഇതിലും നിങ്ങൾ നോക്കിയിട്ട് സെൻറ്റൻസ് വായിക്കുക. ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത് കേട്ടോ. സിറ്റ് ഓൺ ദി ബിൻ, ദി ബിബ് ഈസ് ബിഗ്, പുട്ട് ദി ബിഗ് ഫിഗ് ഇൻ ദി ടിൻ, ഹി ബിറ്റ് ദി ഫിഗ്, ദി ഡോഗ് ഡിഡ് എ ജിഗ്, പുട്ട് ദി ബിഗ് പിൻ ഇൻ എ ബിൻ. ഇതുപോലെ എല്ലാവരും വായിക്കുക, അതുപോലെ ആ സെൻറ്റൻസ് മാച്ച് ചെയ്യുക. ഓക്കെ, ടീച്ചർ ഒരു വർക്ക്ഷീറ്റ് പോലെ തന്ന് കുറച്ച് വർക്ക് അത് നോക്കി ചെയ്യാനാണ്. നമുക്ക് ഇതിൽ റൈറ്റ് ദി മിസ്സിങ് ലെറ്റേഴ്സ്. ഇതിൽ കുറച്ച് A to Z വരെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള മിസ്സിങ് ലെറ്റേഴ്സ് നിങ്ങൾ എഴുതുക. ഇതുപോലത്തതായിരിക്കും എക്സാമിനൊക്കെ വരുന്നത്. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ എഴുതണം. പിന്നെ കണ്ടോ, റൈറ്റ് ദി വവൽസ്. പിന്നെ അടുത്ത് നോക്കൂ, നെയിം ദി ഫോളോ. ഇങ്ങനെ പിക്ചർ തന്നിട്ട് ആ പിക്ചറിൻ്റെ പേര് ഇവിടെ എഴുതാൻ പറയും. കണ്ടോ, എന്താണ് ഹാറ്റ്, എന്താണ് ടാബ്, ബാറ്റ്, പെൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ടീച്ചർ അതേ ഒരു മോഡൽ തന്നത്. അടുത്ത് നോക്കൂ, ഇതിലൊരു പിക്ചർ തന്നിട്ട് അതിൻ്റെ മിസ്സിങ് ലെറ്റർ. ഇതെന്താണ് മാറ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും A അല്ലേ, MAT മാറ്റ്. അടുത്തത് പോട്ട്, POT പോട്ട്. നെക്സ്റ്റ് നോക്കൂ, നെറ്റ്. എക്സാമിന് ഇതുപോലെ പിക്ചർ തന്നിട്ട് മിസ്സിങ് ലെറ്റേഴ്സ് എഴുതാനും പറയും. പിന്നെ എന്താണ് ഇതുപോലെ പിക്ചർ തന്നിട്ട് അതിൻ്റെ പേര് എഴുതാനും പറയും. അതുകൊണ്ടാണ് ഇതെല്ലാവരും ഇതുപോലെ ചെയ്ത് ടീച്ചർ പറഞ്ഞത് ഒരു മോഡലിന് വേണ്ടിയിട്ടാണിത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ടാണ് ടീച്ചർ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. അപ്പോ എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണോ എല്ലാവരും? പഠിച്ചൊക്കെ തുടങ്ങിയല്ലേ? വെരി ഗുഡ്. ടീച്ചർ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ എല്ലാവരും മലയാളം ടീച്ചർ ചോദിച്ചു, എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. ഹിന്ദി എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. നല്ല കുട്ടികളാണ് എല്ലാവരും. അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സും ഇതുപോലെ പഠിക്കുക. ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ പറഞ്ഞ് കേൾപ്പിക്കുക. ഓക്കെ, എക്സാമിന് നന്നായിട്ട് എഴുതുക എല്ലാവരും. നല്ല കുട്ടികളാണ് കേട്ടോ എല്ലാവരും. അപ്പൊ നമുക്ക് ഹിന്ദി നോക്കിയാലോ. ഹിന്ദി നമ്മൾ സ്വരാക്ഷരത്തിൽ പഠിച്ചു അല്ലേ? അപ്പൊ പഠിക്കുമ്പോ എങ്ങനെ പഠിക്കണം? ഈ ആ വെച്ച് ആ എന്ന് പറയുമ്പോ ആ വെച്ച് വേർഡ് കൂടി പറയണം. എങ്ങനെയാണ്? ആ, ആസേ, അനാർ, അങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ചില സമയത്ത് ടീച്ചർ ഇതുപോലെ ചോദിക്കുമ്പോ അയ്യോ അതിന്റെ വാക്ക് എന്താണ് എന്ന് മറന്നു പോകുന്നവരുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത്. എല്ലാരും ചെയ്യുക. നമുക്കിത് ഫുള്ള് പറഞ്ഞു നോക്കിയാലോ. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇവ്, എ, ഐ, ഓ, ഔ, ആ, ആ. ഒന്നുകൂടി. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇവ്, എ, ഐ, ഓ, ഔ, ആ. ഇനി അത് ഈ ഓരോ ലെറ്റേഴ്സ് വെച്ചുള്ള വേർഡ്സ് നമുക്ക് പറഞ്ഞു നോക്കാം. ആ, ആസേ, അനാർ. ആ, ആസേ, ആം. ഈ, ഈസേ, ഇമിലി. ഈ,
हमसे अंगूर ഇത് അതിന് വാക്കില്ല अंगूर എന്താണ് ഇതിൽ തന്നെ നമ്മൾ മൂന്ന് നമ്മൾ കാണാതെ ടീച്ചർ ഓറൽ ക്ലാസ്സിൽ പറഞ്ഞ മൂന്ന് ഫ്രൂട്ട്സ് ഉണ്ട് ഏതൊക്കെയാണ് आ से अनार आ से आम हमसे अंगूर കണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലിരുന്ന് വായിച്ചു പഠിക്കാം ഇനി ടീച്ചർ ടെക്സ്റ്റ് കാണിച്ചു ഓക്കേ Okay, my dear children, all of you take a Hindi text. നമ്മൾ ഹിന്ദി സ്വരാക്ഷരങ്ങൾ എല്ലാം ടീച്ചർ പറഞ്ഞു തന്നു. ഇനി ഓരോ അക്ഷരങ്ങൾ വെച്ചുള്ള ഓരോ വേർഡ്സ് ആണ് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. ആ സെ അനാർ, ആ സെ ആം. നെക്സ്റ്റ് ई से इमली, ई से ഈക്ക്. ഇത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ബോർഡിൽ ടീച്ചർ പറഞ്ഞു തന്നതാണ്, എങ്കിലും ടീച്ചർ ടെക്സ്റ്റ് കാണിക്കുന്നത്. അതിൻ്റെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടല്ലോ. ഓക്കെ. ഊ സെ ഉല്ലു, ഊ സെ ഊൻ. നെക്സ്റ്റ് ഇർ സെ ഋഷി, എ സെ ഏട്ടി. ഏട്ടി എന്ന് പറയാൻ പാടാണെങ്കിൽ, അതായത് അത് ഭയങ്കര ഏട്ടി എന്ന് പറയാൻ ചിലർക്ക് പിടി കിട്ടത്തില്ല. അതുകൊണ്ട് ഏക്ക് എന്ന് പറഞ്ഞാൽ, ഏക്ക് എന്ന് വെച്ചാൽ വൺ അല്ലേ. എ സെ ഏക്ക് അത് പറഞ്ഞാലും മതി കേട്ടോ. ഐ സെ ഐനക്. നെക്സ്റ്റ് ഓ സെ ഓഖ്ലി, ഔ സെ ഔരത്. आम से अंगूर. നമ്മൾ ഫ്രൂട്ട്സിൽ പഠിച്ചു അല്ലേ, അങ്കൂർ പഠിച്ചു. അങ്കൂർ എന്താണ്? ഗ്രേപ്സ്. കഴിഞ്ഞാൽ അടുത്തത് ആ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓരോ ലെറ്റേഴ്സിൻ്റെ വേർഡ്സ് മറന്നു പോകാതെ പഠിച്ചു വെക്കണം കേട്ടോ. പഠിച്ചു വെച്ചിട്ട് എക്സാം നന്നായിട്ട് എഴുതുക. എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങുക. എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ best of luck. Okay bye. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സ് 1 to 10 നമ്പർ നെയിംസ് റിവിഷൻ ചെയ്തു. 1 to 50 നമ്മൾ എഴുതി അല്ലേ. ഇനി നമുക്ക് ഇന്നതാണ് നോക്കൂ, 11 മുതൽ 15 വരെ ടീച്ചർ നമ്പർ നെയിംസ് എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ചാൽ നമുക്ക് നമ്പേഴ്സ് 51 to 100 നോട്ടിൽ നോക്കാം. ഇതിപ്പോ ടീച്ചർ പറയുമ്പോൾ ടീച്ചറിന്റെ കൂടെ പറയണം കേട്ടോ. ELEVEN 11, TWELVE 12, THIRTEEN 13, FOURTEEN 14, FIFTEEN 15. ഇത് ഇത്രയും നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ വായിക്കാതെ നമുക്ക് നോട്ട് ചെയ്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ടീച്ചർ നമ്പേഴ്സ് 51 മുതൽ 100 വരെ നോട്ടിൽ തരാം. നമ്പർ നെയിം നമ്മൾ 11 to 15 വരെ ബോർഡിൽ എഴുതി വായിച്ചു. അടുത്ത് നോക്കൂ, 51 മുതൽ 100 വരെ നോട്ടിൽ എല്ലാവരും ടേക്ക് നോട്ട് ബുക്ക്, മാത്സ് നോട്ട് ബുക്ക് എടുത്തിട്ട് 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100. എല്ലാവരും ഓൺ ടൈം 51 മുതൽ 100 വരെ എഴുതുന്നിട്ട് അതുപോലെ ബോർഡിൽ വായിച്ചെങ്കിലും ആൾ ഓഫ് ടേക്ക് യുവർ മാത്സ് നോട്ട്ബുക്ക് ഇതുപോലെ എഴുതുക. ഓൺ ടൈം 11ന്റെ സ്പെല്ലിംഗ് ELEVEN 11, TWELVE 12, THIRTEN 13, FOURTEEN 14, FIFTEEN 15. നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്ത പോലെ തന്നെ നോക്കും. അടുത്ത് കണ്ടോ,
റൈറ്റ് ദി നമ്പർ നെയിംസ് ഫ്രം 1 to 10 കാണാതെ എല്ലാവരും എഴുതുക. അതുപോലെ റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ്. കണ്ടോ, ഇതിൽ 1 മുതൽ 11 മുതലുള്ളതിൻ്റെ ഇടയ്ക്കുള്ള മിസ്സിംഗ് നമ്പർ, 17 മുതൽ 26 അല്ലേ ഇതിൻ്റെ ഇടയ്ക്കുള്ള മിസ്സിംഗ് നമ്പർ. ഇത് ഇങ്ങനത്തെ എല്ലാം എക്സാമിന് ചോദിക്കും. കണ്ടോ, മിസ്സിംഗ് നമ്പർ നമ്മൾ 1 മുതൽ 100 വരെ കൗണ്ട് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പഠിച്ചാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. അടുത്തത് ഇതുപോലെ തരും. റൈറ്റ് ദി നമ്പർ നെയിംസ് എന്ന് പറയുമ്പോഴത്തേക്കും 14ൻ്റെ സ്പെല്ലിംഗ് ഇവിടെ എഴുതുക, 15ൻ്റെ ഇവിടെ എഴുതുക, 12 ഇവിടെ എഴുതുക, 13 ഇവിടെ എഴുതുക, 20. ഇതേ മോഡലായിരിക്കും ചോദിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും 1 to 20യുടെ സ്പെല്ലിംഗ് നമ്പർ നെയിംസ് പഠിക്കുക. അതുപോലെ 1 to 100 പഠിച്ചാൽ മാത്രമേ, കൗണ്ട് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പഠിച്ചാൽ മാത്രമേ ഇങ്ങനെ മിസ്സിംഗ് നമ്പേഴ്സൊക്കെ തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ഓക്കെ.